കോട്ടയം ജില്ലയിലെ മൃഗാശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷം. മരുന്നുകൾക്കായി സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്നാണ് പരാതി. പ്രതിസന്ധിക്ക് കാരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് കണ്ടെത്തി ആശുപത്രികളിൽ മരുന്നെത്തിക്കണമെന്ന തീരുമാനം കൃത്യമായി നടപ്പിലാക്കാത്തത്. കോട്ടയം ജില്ലയിൽ 80ഓളം വെറ്ററിനറി ആശുപത്രികളിൽ മിക്കയിടത്തും മരുന്നുകളില്ല. ചികിത്സയ്ക്ക് എത്തുന്നവർക്ക് മരുന്നിനായി സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇരട്ടി വിലയാണ് മെഡിക്കൽ ഷോപ്പുകൾ മരുന്നിനായി ഈടാക്കുന്നത്. വിരഗുളിക, ദഹനഗുളിക, കാൽസ്യം പൗഡർ, സൈലേറിയ തുടങ്ങിയ മരുന്നുകൾക്കാണ് ക്ഷാമം നേരിടുന്നത്. ക്ഷീരകർഷകരെ സംബന്ധിച്ചോളം ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ മഴയൊക്കെ വന്നപ്പം പശുക്കൾക്ക് ഈ പറയുന്ന വയറിളക്കം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വരുന്നു, കാൽസ്യത്തിൻ്റെ കുറവ് വരുന്നു. ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ ആയിട്ട് സമീപിക്കുന്ന കർഷകർക്ക് മൃഗാശുപത്രിയിൽ നിന്നും ഒരു സഹായവും കിട്ടുന്നില്ല. ചില മൃഗാശുപത്രികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചാൽ പോലും മൃഗ ഡോക്ടർമാർ അവർ കൃത്യമായിട്ട് ആ തുകയ്ക്ക് മരുന്ന് വാങ്ങുന്നതിനുള്ള ഒരു സംവിധാനവും ഉണ്ടാക്കാതെ ഇന്ന് കോട്ടയം ജില്ലയിലെ മൃഗാശുപത്രികളെല്ലാം തന്നെ മരുന്നിന് വലിയ ലഭ്യതക്കുറവ് നേരിടുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേരിട്ടുള്ള മരുന്ന് വിതരണം നിർത്തിയിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് കണ്ടെത്തി മൃഗാശുപത്രിയിലേക്ക് ആവശ്യമായ മരുന്നുകൾ വാങ്ങണമെന്നാണ് പുതിയ നിർദ്ദേശം. എന്നാൽ 3-4 തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമാണ് മരുന്നുകൾ വാങ്ങുന്നത്. മഴക്കാലമായതോടെ വളർത്തുമൃഗങ്ങളിൽ രോഗങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ മരുന്ന് ക്ഷാമം വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് മലയാളം, കോട്ടയം.